ഹലോ മക്കൾ, സൈലത്തിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സംസാരിക്കുന്ന JK ആണ്, നിങ്ങളുടെ ഫിസിക്സ് അധ്യാപകൻ. എൻ്റെ പൊന്നു മക്കൾ, നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ള ചാപ്റ്ററാണ്. അത് 10ാം ക്ലാസ്സിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ 9ാം ക്ലാസ്സിലേക്ക് മാറിയ ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി ഞങ്ങളുടെ സൈലത്തിന്റെ 9ാം ക്ലാസ്സിന്റെ ഒരു ബാച്ചാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിഞ്ച ബാച്ച്. ഈ നിഞ്ച ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിവസവും നമുക്ക് ലൈവ് ക്ലാസ്സുകൾ, അതോടൊപ്പം തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഓരോ ചാപ്റ്ററുകൾ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ആ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലൈവായിട്ട് തന്നെ അത് ആൻസർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ, ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ അപ്പുറം കേരളത്തിൽ തന്നെ ഏറ്റവും കിട്ടാവുന്ന മികച്ച ഒരു ഫാക്കൽറ്റി ലൈനപ്പ് തന്നെ നമ്മുടെ നിഞ്ച ബാച്ചിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഇനിയും ചേരാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ സമയം കളയാതെ വളരെ ഫാസ്റ്റായിട്ട് നമ്മളെ സൈലത്തിൻ്റെ 9ാം ക്ലാസ്സിൻ്റെ നിഞ്ച ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് ഒരു മടി കൂടാതെ, പേടി കൂടാതെ പഠിക്കാൻ പറ്റുന്ന ഒരു ബാച്ചാണ് നമ്മളെ നിഞ്ച ബാച്ച്. അപ്പോൾ എല്ലാവരും ഞാൻ നിഞ്ച ബാച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മറ്റു ചില കുട്ടികൾക്ക് ഒരു പ്രത്യേകത തോന്നും, എത്ര രൂപയായിരിക്കും അല്ലെങ്കിൽ എത്ര എക്സ്പെൻസ് വരുന്നു ഇത്രയും നല്ലൊരു ക്ലാസ് ഒക്കെ കിട്ടാൻ. പക്ഷേ വളരെ തുച്ഛമായിട്ടുള്ള ചെറിയൊരു സംഖ്യ അല്ലേ, വളരെ ചെറിയ സംഖ്യ കൊണ്ട് നിങ്ങൾക്ക് വലിയ നല്ല അടിപൊളി ക്ലാസ്സുകൾ ലഭിക്കുന്നു. അപ്പോൾ വെറും 2999 രൂപയ്ക്ക് നമ്മുടെ നിഞ്ച ബാച്ച് നിങ്ങൾക്ക് പറ്റും, പർച്ചേസ് ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും നിഞ്ച ബാച്ച് പർച്ചേസ് ചെയ്ത് ജോയിൻ ചെയ്ത് നമ്മുടെ സൈലത്തിൻ്റെ ഒരു ഫാമിലി ഗ്രൂപ്പിലേക്ക് വരിക. നിങ്ങളെല്ലാവരും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആർക്കും ഒരു കുഴപ്പവും ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. നിങ്ങൾ ഓൾറെഡി സ്കൂളിലൊരു ചാപ്റ്ററുകളൊക്കെ തുടങ്ങി ഏകദേശം ഒരു മാസത്തോളമായി. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. ആ കൺഫ്യൂഷനൊക്കെ മാറാൻ വേണ്ടി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലൂടെ കുറച്ച് കടന്നു പോകണം. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഇങ്ങോട്ട് മാത്രം ശ്രദ്ധിക്കുക. എല്ലാവരും ഞാൻ ഈ പരിശുദ്ധമായ സ്ക്രീനിലേക്കും പരിശുദ്ധമായ വാക്കുകളിലേക്കും ഞാൻ ആവാഹിച്ചെടുക്കുകയാണ്. മാക്സിമം എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നോക്കിക്കോളൂ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ ഒരു ചാപ്റ്റർ കാണുമ്പോൾ ഒരു ടോർച്ചൊക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റൊക്കെ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പാസ് ചെയ്യുന്നു എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ഇതൊന്നൊരു ലൈറ്റ് ഇങ്ങനെ വന്നു വിചാരിക്കുക. ഒരു എക്സാമ്പിൾ, ഈ ടോർച്ചിനൊരു ലൈറ്റ് ഇങ്ങനെ വന്നു. ഇവിടെ ഒരു പ്ലെയിൻ മിറർ, കണ്ണാടി വെച്ചിട്ടുണ്ട്. ആ കണ്ണാടിയിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഈ ഒരു മിററിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ അതിനെ നമ്മൾ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നുള്ളൊരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ മിനിമം ബേസിക് ആയിട്ട് ഈ ഒരു ചെറിയ കൺസെപ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ പഠിച്ചിരിക്കണം. ഏതായിരിക്കും നമ്മൾ ആ ഒരു കൺസെപ്റ്റ്? റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിഫലനം അല്ലേ. ഈ ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇതങ്ങനെ വരുന്നു, ഒരു പ്ലെയിൻ മിററിൽ തട്ടുന്നു, തട്ടിക്കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് റേ, പതനരശ്മി. അപ്പോൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിഫലനം എന്നുള്ള ഈ ഒരു ഭാഗത്ത് ഈ ഒരു ടോർച്ച് എന്നുള്ള ലൈറ്റ് ഇങ്ങനെ വരുന്നു, അത് ഈ പ്ലെയിൻ മിററിൽ തട്ടുന്നു, നേരെ റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പതനരശ്മി, ഇൻസിഡന്റ് റേ എന്ന് പറയുക. ഇതിനെ നമുക്ക് റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുക. ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് ചെറിയ ക്ലാസ്സിൽ പഠിച്ച. ഇനി ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ I എന്ന് പറയും. ഇവിടെയുള്ള ആംഗിൾ നമുക്ക് റിഫ്ലക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ പ്രതിഫലന കോൺ അല്ലേ, പതന കോൺ, പ്രതിഫലന കോൺ എന്നൊക്കെ പറയാം. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കേണ്ടതൊന്നല്ല, നമ്മളെ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന പുതിയൊരു കൺസെപ്റ്റാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്നാണ്. അപ്പോൾ എല്ലാ മക്കൾസ് ഒരിക്കൽ കൂടി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. എല്ലാവരും ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. നോക്കുക, നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് അല്ലേ. ഒരു ലേസർ ടോർച്ച് എടുത്തു. ഈ ടോർച്ചിനൊരു ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഈ ബീക്കറിലെ വെള്ളത്തിൻ്റെ ഈ ഏറ്റവും സർഫസ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ലൈറ്റ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു അല്ലേ, ചെരിഞ്ഞിങ്ങനെ പോകുന്നു അല്ലേ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണോ? നോക്കൂ, ശരിക്കും യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കേണ്ട ലൈറ്റ് ഇങ്ങനെ വന്നാൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ പാസ് ചെയ്യണം.
പക്ഷേ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോവാതെ എന്ത് ചെയ്യുന്നു, ഈ ലൈറ്റ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ പ്രകാശരശ്മിക്ക് ഇൻസിഡൻറ്റ് റേക്ക് ഈ സർഫസ് ഏരിയയിൽ വെച്ച് ചെറിയൊരു ബെൻഡിങ്, ഒരു ചെറിയൊരു ഡീവിയേഷൻ, ചെരിഞ്ഞിങ്ങനെ പോകുന്നത് കണ്ടില്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം എന്നാണ് പറയുക. അപ്പോൾ നോക്കി ഈ ഒരു പിക്ചറിലേക്ക് നോക്കാം. ഒരു ടോർച്ച് എന്ന ലൈറ്റ് വരുന്നു. അങ്ങനെ ഇതിനെയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ, പതനരശ്മി എന്ന് പറയാം. ഇവിടെ ഞാനൊരു ഡോട്ട് ഇട്ട് വെച്ചത് നോർമൽ, ലംബം എന്നാണ് പറയുക. നോർമൽ അല്ലെങ്കിൽ ലംബം എന്നൊക്കെ പറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ എന്നൊക്കെ പറയുന്നു. ഇനി ഇവിടെ ലൈറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്നതിന് പകരം ഈ വെള്ളത്തിലൂടെ, വാട്ടറിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഒരു പ്രകാശരശ്മി എയറിലൂടെ വന്ന്, വായുവിലൂടെ വന്ന് മറ്റൊരു മീഡിയമായിട്ടുള്ള വാട്ടറിലേക്ക് കടക്കുമ്പോൾ അവിടെ ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു, ഒരു വ്യതിയാനം സംഭവിക്കുന്നു, ബെൻഡിങ് സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ പ്രകാശരശ്മിക്ക് ഇവിടെ ഒരു ബെൻഡിങ്, ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ ചാപ്റ്ററിൻ്റെ പേരിനെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ ഐഡിയകളൊക്കെ നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെ ഈ തലച്ചോറിലേക്കൊക്കെ ഇങ്ങനെ കയറി ഒന്ന് സെറ്റായിട്ട് നിൽക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു ലക്ഷ്യം തന്നെ പറയുന്നത് മക്കളെ. അപ്പോൾ നോക്കി, ഇതാണ് നമ്മൾ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക. ഇവിടെ ഞാൻ വേറൊരു മാധ്യമം, ഒരു ഗ്ലാസ് എടുത്തു എന്ന് വിചാരിക്കാം. ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്നുമില്ല, നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ് ലാബ് ഇങ്ങനെ എടുത്തു വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ലാബിലേക്ക് ലൈറ്റ് ഇങ്ങനെ വരുന്നു വിചാരിക്കുക. അങ്ങനെ ലൈറ്റ് വന്നു, ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഈ ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അവിടെ ചെറിയൊരു ഡീവിയേഷൻ സംഭവിച്ചു. ആ ഭാഗത്ത് ഞാനൊരു നോർമൽ, ഒരു ലംബം വരച്ചു. ഇതിനെയാണ് നമ്മൾ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയുക. റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി എന്ന് പറയാം. ഇനി ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിനെയാണ് നമ്മൾ പതനകോൺ, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് എന്ന് പറയും. ഇവിടെ ഉണ്ടാകുന്ന ചെറിയ കുഞ്ഞു കോണിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ, R എന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രകാശരശ്മി വായുവിലൂടെ വന്ന് ഒരു ലൈറ്റ് എവിടെ എന്ത് ചെയ്യുന്നു? എയറിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ അവിടെ ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നു. ഇങ്ങനെ ഡീവിയേഷൻ സംഭവിക്കുന്ന, വ്യതിയാനം സംഭവിക്കുന്ന, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപവർത്തനം എന്ന് പറയാം. ഇതിനെ നമ്മൾ എന്ത് പറയാം? അപവർത്തനം. അപ്പോൾ ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഈ ഒരു ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറഞ്ഞാൽ ദ ഡീവിയേഷൻ ഇൻ പാത്ത് ഓഫ് ലൈറ്റ് വെൻ ഇറ്റ് ഫാൾസ് obliquely from one medium to another medium is called a refraction of light. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞു പതിക്കുമ്പോൾ, അത് വളരെ ക്ലിയർ ചെയ്ത് ഒബ്ലിക്കലി ഇൻസിഡൻ്റ് ആണ്, ഒബ്ലിക്കലി ആണ്. അങ്ങനെ ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശപാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അപവർത്തനം എന്ന് പറയാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപവർത്തനമാണ്. അതോടൊപ്പം തന്നെ ഈ അപവർത്തനം സംഭവിക്കാൻ അതിനെക്കുറിച്ച് കണ്ടീഷൻ വേണം. നമുക്ക് മിനിമം ഒരു 2 കണ്ടീഷനുകൾ വേണം. ഈ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ 2 രീതിയിൽ മാത്രമേ നമുക്ക് അപവർത്തനം സംഭവിക്കുള്ളൂ. അതിലൊന്നു കൊടുത്ത് എന്താണ്? പ്രകാശം ചെരിഞ്ഞ് പതിക്കണം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒബ്ലിക്കലി ഇൻസിഡൻറ്റ്, ചെരിഞ്ഞ് പതിക്കണം, ഒബ്ലിക്കലി ഇൻസിഡൻറ്റ്. അതോടൊപ്പം തന്നെ പ്രകാശങ്ങളുടെ പ്രകാശ സാന്ദ്രതയിൽ വ്യത്യാസം വേണം. അതായത് നമുക്കുള്ള മാധ്യമങ്ങൾ 2 മീഡിയം അല്ലേ, 2 മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറെൻ്റ് ഇൻ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. നമ്മൾ എടുക്കുന്ന 2 മീഡിയം, ഒന്ന് വായു ആണെങ്കിൽ അടുത്ത വെള്ളമോ അല്ലെങ്കിൽ ഗ്ലാസോ അതല്ലെങ്കിൽ ഡയമണ്ടോ അങ്ങനെ എന്തെങ്കിലും ആവാം. അപ്പോൾ 2 മീഡിയം നിർബന്ധമാണ്. അതോടൊപ്പം തന്നെ 2 മീഡിയത്തിൻ്റെയും ഡെൻസിറ്റി, അതായത് പ്രകാശിക സാന്ദ്രത എങ്ങനെയായിരിക്കണം? വ്യത്യാസമായിരിക്കണം. ഇങ്ങനെ 2 കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സാധാരണ ഇതിൽ എന്ത് സംഭവിക്കുന്നുള്ളൂ? റിഫ്രാക്ഷൻ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ പ്രകാശം വായുവിലൂടെ വന്ന് വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നു. പ്രകാശം ലൈറ്റ് എന്ത് ചെയ്യുന്നു? എയറിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അവിടെ ഡീവിയേഷൻ സംഭവിക്കുന്നു. അങ്ങനെ 2 മാധ്യമങ്ങൾ ഉണ്ടായിരിക്കണം, 2 മീഡിയം ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒബ്ലിക്കലി ഇൻസിഡൻറ്റ്, ചെരിഞ്ഞ് പതിക്കണം. ഈ കണ്ടീഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മളെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അങ്ങനെ ആ റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മളൊരു ഗ്ലാസ്സിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തൊരു പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ ആ പെൻസിലിനൊക്കെ ഒരു ഒടിവ് അല്ലേ, ഒരു ചെരിവ് സംഭവിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം ഇവിടെ എന്ത് സംഭവിക്കുന്നതുകൊണ്ടാണ്? റിഫ്രാക്ഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് എക്സാമ്പിളുകളൊക്കെ ഈ ചാപ്റ്ററിനകത്ത് വരുന്നുണ്ട്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ കാലൊക്കെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന പോലെ തോന്നും.
വെള്ളത്തിൻ്റെ താഴെ ഭാഗത്തുള്ള കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഉയർന്നു നിൽക്കുന്ന പോലെ തോന്നും. വെള്ളത്തിലൂടെ മത്സ്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ, ചെറിയ മീനുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണ്? റിഫ്രാക്ഷൻ. ഇങ്ങനത്തെ കൂടുതൽ അപ്ലിക്കേഷൻ ലെവലിലെ കാര്യങ്ങളൊക്കെ നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ റിഫ്രാക്ഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിനകത്ത് ഓർത്തേക്ക്. അതിൽ ആർക്കും ഒരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടും മനപ്രയാസം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ എയറിലൂടെ വന്ന് രണ്ട് മാധ്യമമാണ് ഒബ്ലിക്കലി ഇൻസിഡൻ്റ് ആയിരിക്കണം, രണ്ട് മീഡിയത്തിൻ്റെയും ഡെൻസിറ്റിയിൽ എന്തായിരിക്കണം, വ്യത്യാസം ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അങ്ങനെയെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഈ രീതിയിലുള്ള ചെറിയ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും, പക്ഷെ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മീഡിയം ഒന്ന് വാട്ടർ ആണ്, പിന്നെ എയർ ആണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമങ്ങൾ ഏതെന്നാണ്. അപ്പോൾ ഇവിടെ നോക്കുക, എയറിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്, വാട്ടറിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ വായുവിലൂടെ വന്ന് വെള്ളത്തിലൂടെ, അപ്പോൾ രണ്ട് മാധ്യമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് കണ്ടല്ലേ. വിച്ച് ആർ ദ മീഡിയം ത്രൂ വിച്ച് ഗെറ്റ് ട്രാവൽ വിത്തിൻ ദ ട്രഫ്. ഈ ഒരു ട്രഫിലൂടെയും അതോടൊപ്പം ലൈറ്റ് പാസ് ചെയ്യുന്ന എയറിലൂടെ വന്ന് ഈ ട്രഫിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ബീക്കറിലെ വെള്ളത്തിലൂടെ ഒക്കെ പാസ് ചെയ്യുന്നു. അപ്പൊ രണ്ട് മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യേണ്ടെന്ന് ഓർത്തേക്കാം. അതോടൊപ്പം തന്നെ ഒരു മാധ്യമത്തിലൂടെ മാത്രം കടന്നു വന്ന പ്രകാശത്തിന്റെ പാതയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം സംഭവിക്കില്ല. ഇതാ കണ്ടില്ലേ. ഹൗ വിൽ ദ പാത്ത് ഓഫ് ലൈറ്റ് റേ എന്താണ് വെൻ പാസ് ത്രൂ ഓൺലി വൺ മീഡിയം. ഒരൊറ്റ മീഡിയത്തിലൂടെ, ഇപ്പോൾ എയറിലൂടെ മാത്രം പോവുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനാണ്, പിന്നീട് വാട്ടറിലൂടെ മാത്രം പോവുകയാണെങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതോടൊപ്പം തന്നെ പ്രകാശകിരണം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചെരിഞ്ഞ് പതിക്കുമ്പോൾ അതിൻ്റെ ദിശയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയല്ലേ പോകണ്ടേ, അതുകൊണ്ട് ദിശയിൽ വ്യത്യാസം വന്നില്ലേ, ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്? റിഫ്രാക്ഷൻ ആണെന്ന് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശകിരണ ദിശയിൽ മാറ്റം വരുന്ന എവിടെ വെച്ചാണ്? നമ്മളെ വേർ ഡസ് ദ റേ ഓഫ് ലൈറ്റ് അണ്ടർഗോ ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ എന്നാണ്. ലൈറ്റ് ഇങ്ങനെ വന്നു, ഇതാണ് ഈ സർഫസ് ഏരിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് മീഡിയത്തിൻ്റെയും അല്ലെങ്കിൽ രണ്ട് മാധ്യമത്തിൻ്റെ ഈ സർഫസ് ഏരിയയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റിന് എന്ത് സംഭവിക്കുന്നത്, ഡീവിയേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള ചെറിയ ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് ഈ ഒരു റിഫ്രാക്ഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക, നോർമലായിട്ട് ലംബമായിട്ട് പതിക്കുന്ന ഒരു പ്രകാശരശ്മിക്ക് അവിടെ എന്ത് സംഭവിക്കുന്നില്ല, ഡീവിയേഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. കാര്യങ്ങളും ഇതിനകത്ത് ഓർത്തു വയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ആദ്യ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട മക്കൾസ്. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക, തന്നിരിക്കുന്ന ഈ ചിത്രത്തിലേക്ക് നോക്കുക. അവിടെ നിന്നൊരു ടോർച്ച് എന്നൊരു ലൈറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആ ലൈറ്റ് ഇതിലൂടെ വരുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻസിഡന്റ് പതനരശ്മി എന്ന് പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വൈറ്റ് ലൈൻ ആയിട്ടുള്ള ഒരു ഡോട്ട് ലൈൻ കാണുന്നില്ല. ഇതിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറഞ്ഞാൽ ലംബം എന്നാണ് പറയുക. എന്താ പറയുക? ലംബം. അങ്ങനെ ഒരു നോർമൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ പതനരശ്മിയും നോർമൽ വരുന്ന ഈ കോണിനാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ എന്ന് പറയാം. അതിനെ ഐ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതോട് ഇതിനാണ് നമ്മൾ റിഫ്രാക്റ്റഡ് റേ എന്ന് പേര് കൊടുക്കുന്നത്, അതായത് അപവർത്തന രശ്മി എന്ന് പറയുന്നു. അപ്പോൾ ഈ അപവർത്തന രശ്മിയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള നോർമലും തമ്മിലുള്ള ഈ കോണളവിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്റ്റഡ് റേ. അതായത് ഈ റിഫ്രാക്റ്ററേയും ഈ ഒരു നോർമൽ വരുന്ന ഈ കോണിനാണ് നമ്മൾ എന്താ പറയുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഇതേപോലെ ചിത്രം തന്നിട്ട്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, അവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ട് നമുക്കൊരു ടേബിളൊക്കെ തന്നിട്ട് അവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, പതനകോൺ, അപവർത്തനകോൺ, പതനരശ്മി, അപവർത്തനരശ്മി, ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ നിങ്ങളോട് എന്ത് ചെയ്യും, ആ പിക്ചറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറയും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഒറ്റ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി നോക്കിക്കോളൂ. ഇതാണ് നമ്മളെ പതനരശ്മി, ഇൻസിഡന്റ് റേ. ഇവിടെ ലംബവും പതനരശ്മി വരുന്ന ഈ കോണിനെയാണ് നമ്മൾ എന്താ പറയുക, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതനകോൺ എന്ന് പറയുന്നത്. ഇനി ഇതാണ് റിഫ്രാക്ട് ചെയ്ത് പോകുന്ന രശ്മി, അപവർത്തനം ചെയ്യുന്ന പ്രകാശരശ്മി ഇതാണ്. ഈ അപവർത്തന രശ്മിയും ഇവിടുത്തെ നോർമൽ ലംബവും തമ്മിലുള്ള ഈ കോണളവിനെ നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതിനെ നമ്മൾ എന്താ പറയുക, അപവർത്തന കോൺ എന്ന് പറയുന്നു. അതിനെ 6 നക്ഷത്രം കൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ഐ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, അത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോണാണ്. ഇനി ആർ എന്ന് പറഞ്ഞാൽ ഓർത്ത് വയ്ക്കുക, ഏതായിരിക്കണം, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതായത് അപവർത്തന കോൺ എന്നാണ്. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു പിക്ചർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, തെറ്റിക്കാൻ പാടില്ല മക്കളെ. ഇനി അടുത്ത
അടുത്ത നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് പോയിന്റുകൾ മാത്രം ക്ലിയർ ആയിട്ട് പറഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങളൊരു 2-3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, ഒരു റിവിഷൻ എന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, അടുത്ത നമുക്ക് പഠിക്കേണ്ട ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രതയെക്കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താ പഠിക്കേണ്ടത്? പ്രകാശിക സാന്ദ്രത. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ചിത്രത്തിനകത്ത് നമ്മളൊരു ഗ്ലാസ് സ്ലാബ് ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനൊരു ഗ്ലാസ് സ്ലാബ് എടുക്കുന്നു. ഈ ഗ്ലാസ് സ്ലാബിലേക്ക്, ആ ഗ്ലാസ് സ്ലാബിന് വരെ ഞാൻ ഇവിടെ ഒരു വാട്ടറാണ് എടുത്തിട്ടുള്ളത്, ഒരു ബീക്കറിനകത്ത് വെള്ളം എടുത്ത് വിചാരിക്കുക. അപ്പോൾ ടോർച്ച് വരുന്ന ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഇതാണ് നമ്മളെ പതനരശ്മി, ഇതാണ് നമ്മളെ അപവർത്തന രശ്മി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വായുവിലൂടെയുള്ള പ്രകാശത്തിൻ്റെ ലൈറ്റിൻ്റെ സ്പീഡ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇനി വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറച്ച് കുറഞ്ഞു. അതിലേക്ക് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും, വായുവിലൂടെ 3 ലക്ഷം km/s, അല്ലെങ്കിൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗത്തോടെ വരുന്ന ഒരു പ്രകാശം വെള്ളത്തിലേക്ക് എടുത്തിയപ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു. അങ്ങനെ സ്പീഡ് കുറയുന്നതുകൊണ്ടാണ് അതിനെന്ത് സംഭവിക്കുന്നത്, ഒരു അപവർത്തനം അല്ലെങ്കിൽ ഡീവിയേഷൻ സംഭവിക്കുന്നത്, റിഫ്രാക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ടാവും, ഒരു കാറ് സ്പീഡിൽ വന്ന് മണലിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്പീഡ് കുറയുമ്പോൾ അത് ചെരിഞ്ഞെടു പോകുന്നു അല്ലേ. അപ്പോൾ അപവർത്തനം കാണാനുള്ള അങ്ങനത്തെ ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, പകരം കറക്റ്റ് കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ ടോർച്ച് എന്നുള്ള ലൈറ്റ് തന്നെ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗതയിൽ വരുന്നു. വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. അപ്പോൾ അതിന് കാരണം അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. ആ റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കുന്നുണ്ട്. അതും സംഭവിക്കാൻ കാരണം അതിൻ്റെ സ്പീഡിൽ മാറ്റം വരുന്നതുകൊണ്ടാണ്. ഇനി സ്പീഡ് മാറ്റം വരാൻ കാരണം എന്താണ്, ഇവിടെ നമ്മളെടുത്തിട്ടുള്ള മാധ്യമം ഏതാണ്, വാട്ടറാണ്, വെള്ളമാണ്. അപ്പോൾ വായുവിൽ നിന്ന് 2 മാധ്യമങ്ങൾ വേണം. ഇൻസിഡൻ്റ് എങ്ങനെയായിരിക്കണം, ഒബ്ലിക്കലി ഇൻസിഡൻറ്റ്, ചെരിഞ്ഞു പതിക്കണം എന്നുള്ള കണ്ടീഷനൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ വായുവിലൂടെ വന്ന് വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ചെറിയ ഡീവിയേഷൻ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ അപവർത്തനം, റിഫ്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ഡീവിയേഷൻ സംഭവിക്കാൻ കാരണം, അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡിൽ മാറ്റം വരുന്നു. ആ സ്പീഡിൽ മാറ്റം വരുത്താനുള്ള കാരണം വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രകാശത്തിന് എന്തൊക്കെയൊരു മാറ്റം വരുത്തുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത എന്ത് സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ ഇവിടുത്തെ മീഡിയം എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ആ പ്രകാശത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു മാധ്യമത്തിൻ്റെ, അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു വാട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് തന്നിട്ടുള്ള പിന്നെ ഒരു ഗ്ലാസ് സ്ലാബാണ്. അപ്പോൾ ഈ ഗ്ലാസ് സ്ലാബിലുള്ളത് ഇതേപോലെ തന്നെ എന്ത് നോക്കൂ, വായുവിലൂടെയുള്ള ആ ഒരു ലൈറ്റിൻ്റെ സ്പീഡ് കാണാൻ പറ്റും. അത് എയറിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് മാറി 2 × 10⁸ മീറ്റർ/സെക്കൻഡായി മാറി. അപ്പോൾ ഇവിടെയും പ്രകാശത്തിൻ്റെ ആ സ്പീഡിനെ ആര് സ്വാധീനിക്കുന്നുണ്ട്, നമ്മൾ ഈ മീഡിയം, ഗ്ലാസ് എന്ന മീഡിയം അല്ലേ, ഗ്ലാസ് എന്ന മാധ്യമം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആ പ്രകാശത്തിന് എന്തൊക്കെയൊരു സംഭവിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു മാധ്യമത്തിന് പ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റും, വേഗതയെ സ്വാധീനിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സഞ്ചരിക്കുന്ന അതിൻ്റെ ആ പാത്തിനൊക്കെ എന്തൊക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ ഇതിൽ എന്ത് പറയുക, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് എന്ത് സംഭവിക്കുന്നുണ്ട്, റിഫ്രാക്ഷൻ സംഭവിക്കാൻ കാരണം ആ മാധ്യമത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചിത്രങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി നോക്കുക മക്കളെ, ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി നോക്കൂ, നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. എയറിലൂടെ വന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു, സ്പീഡിൽ മാറ്റം വന്നു. ഇനി ഗ്ലാസ്സിലൂടെ വന്നിട്ട് എയറിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അതേ സ്പീഡ് ഉണ്ടായി മാറും. നോക്ക്, ഇവിടെ 2 × 10⁸ ആണ്. ഗ്ലാസ്സിലൂടെ വന്ന് എയറിലേക്ക് കിടക്കുമ്പോൾ വീണ്ടും എന്തായി, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെ ആയി, അതേ സ്പീഡ് ഉണ്ടായി മാറി അല്ലേ. അപ്പോൾ ഈ ഓരോ മാധ്യമങ്ങൾക്കും, ഓരോ മീഡിയത്തിനും, അത് വായു ആവാം, അല്ലെങ്കിൽ ഗ്ലാസ് ആവാം, വാട്ടർ ആവാം, ഡയമണ്ട് ആവാം, ഏതും ആവാം. അങ്ങനെ ഒരു മാധ്യമത്തിന്, ഒരു മീഡിയത്തിന് നമ്മൾ ആ ലൈറ്റിൻ്റെ ആ വേഗതയൊക്കെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന, ആ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ ശരിക്കും എന്താ പറയുക, പ്രകാശിക സാന്ദ്രത, അതല്ലെങ്കിൽ എന്തു പറയുക, എന്തു പറയാൻ പറ്റും, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നൊക്കെ പറയാൻ പറ്റും. ഇനി ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് എന്തുകൂടി തന്നിട്ടുണ്ട്, ഒരു ഡയമണ്ടിൻ്റെ കൂടിയും തന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഇതിനകത്ത് പഠിക്കാനുള്ള എയർ, അതോടൊപ്പം തന്നെ വാട്ടർ, പിന്നെ ഗ്ലാസ്, ഈ ഡയമണ്ട്, ഈ 4 കാര്യങ്ങളെ നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ ഇനി നോക്ക്, വായുവിലൂടെ വന്ന് ഡയമണ്ടിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സ്പീഡൊക്കെ വീണ്ടും കുറഞ്ഞു, 1.25 × 10⁸ മീറ്റർ/സെക്കൻഡായി. അപ്പോൾ സ്പീഡ് എന്ത് ചെയ്തു, വീണ്ടും കുറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകാശത്തിൻ്റെ സാന്ദ്രത, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു മാധ്യമത്തിൻ്റെ
ആ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രകാശ വേഗവും അതോടൊപ്പം തന്നെ പ്രകാശിക സാന്ദ്രതയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യം, എയർ ആണ്, വായുവാണെന്ന് ഓർത്തിരിക്കുക. അവിടെ 3 × 10⁸ m/s ആണ്. ഇനി വെള്ളം, വാട്ടറിലാകുമ്പോൾ സ്പീഡ് ഒന്നുകൂടി കുറഞ്ഞു, 2.25 × 10⁸ m/s. ഗ്ലാസ്സിലാകുമ്പോൾ വീണ്ടും കുറഞ്ഞു, 2 × 10⁸ m/s. ഡയമണ്ട് ആകുമ്പോൾ വീണ്ടും കുറഞ്ഞു. അപ്പം നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഡെൻസിറ്റി, ശൂന്യത്തിനേക്കാൾ, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് വാട്ടറിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഗ്ലാസിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ഡയമണ്ടിന്. അപ്പോൾ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റി ഇങ്ങനെ കൂടുന്ന വെച്ചാൽ അതിൻ്റെ സ്പീഡിൽ ഇങ്ങനെ മാറ്റം വരുന്നത് കണ്ടോ നിങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇതിനകത്ത് പഠിക്കണം. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദ എബിലിറ്റി ഓഫ് എൻ മീഡിയം ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ദ മീഡിയം ഈസ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നാണ് കൊടുത്തത്. പ്രകാശ വേഗത്തെ സ്വാധീനിക്കാനുള്ളൊരു മാധ്യമത്തിൻ്റെ കഴിവ്. പ്രകാശത്തിൻ്റെ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, വായുവിലൂടെ പോകുമ്പോൾ 3 × 10⁸ m/s ആയി. വെള്ളത്തിലായപ്പോൾ എന്ത് ചെയ്തു, 2.25 ആയി. ഗ്ലാസ്സിലായപ്പോൾ 2 ആയി. പിന്നെ ഡയമണ്ടിലായപ്പോൾ, വജ്രത്തിലായപ്പോൾ 1.25 ആയി. അപ്പോൾ ഓരോ മാധ്യമത്തിനും പ്രകാശത്തിൻ്റെ ആ വേഗതയെ സ്വാധീനിക്കാനുള്ളൊരു കഴിവുണ്ട്. ആ കഴിവിനാണ് നമ്മൾ എന്താ പറയുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രകാശത്തിൻ്റെ വേഗത എന്ത് ചെയ്യുന്നു, കുറയുന്നു എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലെ ഡയമണ്ട്, വജ്രത്തിനാണ്. അപ്പോൾ അവിടെ പ്രകാശത്തിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു, വളരെ കുറവാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. പ്രകാശിക സാന്ദ്രതയുടെ ആ അടിസ്ഥാനത്ത് എന്താ ഒരു ആരോഹണ ക്രമം, ചെറുതിൽ നിന്ന് കൂടുതലേക്കുള്ളത് ഓർഡർ എഴുതാൻ പറയും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ്, എയറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് ഗ്ലാസിനേക്കാൾ ഡെൻസിറ്റി കൂടുതലാണ് ഡയമണ്ട്, വജ്രം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ നോർത്തേക്കുക, ഗ്ലാമർ ദിയ, ഇങ്ങനെ ഒരു കോഡൊക്കെ വേണമെങ്കിൽ ഓർത്തേക്കുക. ഗ്ലാമർ ദിയ അല്ലേ. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എയർ, വാട്ടർ. ഗ്ലാമർ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഗ്ലാസ് എന്ന് ഓർത്ത് വയ്ക്കുക. ദിയ എന്നുള്ള ഓർത്ത് വയ്ക്കുക, എന്താ ഡയമണ്ട് എന്നുള്ള ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കോഡൊക്കെ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ഡെൻസിറ്റി ഓർഡറിനനുസരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായി ബേസ് ചെയ്തിട്ട് വലുതിൽ നിന്ന് കൂടുതലേക്കും അല്ലെങ്കിൽ കൂടുതൽ നിന്ന് കുറവിലേക്കൊക്കെ എഴുതാൻ പറയും. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം പരീക്ഷയ്ക്ക് എപ്പോഴും വരാവുന്നൊരു ചോദ്യം ഇതാണ്. ഈ ടേബിളിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കാണാൻ പറ്റും. ഉയർന്ന പ്രകാശിക സാന്ദ്രതയുള്ള മാധ്യമത്തിലെ പ്രകാശ വേഗത കുറവായിരിക്കും. കണ്ടില്ലേ, the speed of light will be lower in medium of higher optical density. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്തായിരിക്കും, ലോവർ ആയിരിക്കും എന്ന് ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ വാക്വത്തിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കുറവാണ്, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡുള്ള വാക്വത്തിലാണ്. ഇനി ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, അപ്പോൾ അവിടുത്തെ സ്പീഡ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ പഠിച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കൾ. അതോടെ തന്നെ എന്താണ് അടുത്ത പോയിന്റ്, എന്താണ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിൽ ബി ഹയർ. എവിടെയായിരിക്കും, ലോവർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശ വേഗത എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇതേ ടേബിളിലേക്ക് തന്നെ നോക്കൂ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ അവിടെ എന്ത് ചെയ്യുന്നു, സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും, വളരെ കൂടുതലായിരിക്കും. അപ്പോൾ മക്കളെ അതൊക്കെ പഠിച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത പ്രകാശിക സാന്ദ്രത മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡെൻസിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ളൊരു ഇക്വേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് ഇതിനായിട്ട് ഈ ഡെൻസിറ്റിയുമായിട്ട് ഒപ്റ്റിക്കൽ സാന്ദ്രതയുമായിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ പോയിന്റുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് നിയമങ്ങൾ പഠിക്കാനുണ്ട്. ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് റിഫ്രാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്കുള്ള ആ ഒരു ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഞാൻ ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച അതേ ചിത്രം തന്നെയാണ്. 2 ഗ്ലാസ് സ്ലാബുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ലൈറ്റ് ഇങ്ങനെ വന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ വായുവിന് എന്ന് പറഞ്ഞാൽ എയറിന് ഡെൻസിറ്റി വളരെ കുറവാണ്, പക്ഷേ ഗ്ലാസ്സിന് എന്താ ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സാന്ദ്രത കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ഈ നോർമലിനോട് ചേർന്നിട്ടേ പോകാൻ പാടുള്ളൂ.
ടുവേർഡ്സ് ദ നോർമൽ എന്നുള്ളൊരു നിയമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അതുപോലെ തന്നെ ഡെൻസിറ്റി കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് കിടക്കുമ്പോൾ എവേ ഫ്രം ദ നോർമൽ, കണ്ടില്ലേ, എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ചിത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പിക്ചർ തന്നിട്ട് അതിനകത്ത് ഇൻസിഡൻ്റ് റേ, റിഫ്രാക്റ്റഡ് റേ, പതനരശ്മി, അപവർത്തന രശ്മി, പതനക്കോൺ, അപവർത്തന കോൺ, അല്ലേ, ഇനി ഐ മാറും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇനി അതോടൊപ്പം തന്നെ കുറച്ച് നിയമങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒരു 2-3 നിയമങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കും. ഒരു ചിത്രം വരയ്ക്കാൻ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് സ്ലാബ് എന്നൊരു പിക്ചറൊക്കെ വന്നാൽ അത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ അറിയണം. ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ ഒരു നിയമത്തിലേക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തുള്ള ആദ്യത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തന രശ്മി, ലംബം ഒരേ തലത്തിലായിരിക്കും. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം വൺ മീഡിയം ടു അനദർ ദ ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റ് റേ ആൻഡ് നോർമൽ എങ്ങനെയായിരിക്കും അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻറ്റ്. കണ്ടില്ലേ, ഒക്കെ ഈ സർഫസ് ഏരിയയിലെ ഒരു പ്രത്യേക പോയിന്റിലായിരിക്കും നോക്കുക. ഇതാണ് ഇൻസിഡൻറ്റ് റേ, പതനരശ്മി, ഇതാണ് അപവർത്തന രശ്മി, ഇതാണ് ലംബം, നോർമൽ. ഇതെല്ലാം ഒരു പ്രത്യേക പോയിന്റിലാണ്, ഇതിൻ്റെ ഈ സർഫസ് ഏരിയയിലാണെന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ ജസ്റ്റ് നമുക്ക് വരയ്ക്കാൻ വേണ്ട നിയമങ്ങൾ കാര്യമായിട്ട് ഇതാണ്. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം അടക്കുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. കണ്ടില്ലേ, വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കൽ റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം. റെയർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എയർ എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവാണ്, അതിനെ നമ്മൾ റെയർ മീഡിയം എന്നാണ് പറയുക. ഇനി വാട്ടറിന് ഡെൻസിറ്റി കൂടുതലാണ്, അതുകൊണ്ട് അതിനെ ഡെൻസർ മീഡിയം എന്നാണ് പറയുക. അപ്പോൾ റെയർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ എപ്പോഴും ടുവേർഡ്സ് ദ നോർമൽ, നോർമലിനോട് ചേർന്നിട്ടേ പോകാൻ പാടുള്ളൂ, ഈ ലംബത്തിനോട് ചേർന്നിട്ടേ പോകാൻ പാടുള്ളൂ, ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അകന്നു പോകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ നിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് കൊടുത്തുള്ളത് വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം എന്നാണ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയത്തിലേക്ക്. അപ്പോൾ നോക്കുക, ഇവിടെ വാട്ടർ, ഇതാണ് ഡെൻസർ മീഡിയം, സാന്ദ്രത കൂടുതൽ, സാന്ദ്രത കൂടുതൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകുന്നു, റെയർ മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ എവേ ഫ്രം ദ നോർമൽ, നോർമലിൽ നിന്നും അകന്നു പോകുന്നു. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതോടൊപ്പം തന്നെ ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക്, നോർമലായിട്ട് പതിക്കുന്ന പ്രകാശരശ്മിക്ക് അവിടെ എന്ത് സംഭവിക്കുന്നില്ല, അപവർത്തനം സംഭവിക്കുന്നില്ല എന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും അതേപോലെ തന്നെ റെയർ മീഡിയം, ഡെൻസർ മീഡിയം എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ചിത്രം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടനെ ശ്രദ്ധിക്കണം, നോക്കിക്കോളും. ഞാനിവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ എയർ ആണ്, താഴെ ഭാഗത്ത് വാട്ടറാണ്. അതുകൊണ്ട് എയർ എന്ന് പറഞ്ഞാൽ അതിന് സാന്ദ്രത കുറവാണ്, അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റെയറർ മീഡിയം, സാന്ദ്രത കുറഞ്ഞ മാധ്യമം. അതുകൊണ്ട് ഞാനിവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ, വാട്ടർ എന്ന് പറഞ്ഞാൽ വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, അതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡെൻസർ മീഡിയം എന്ന് പറയുക. എന്താ പറയുക, ഡെൻസർ മീഡിയം. മലയാളം മീഡിയക്കാർ എന്ത് പറഞ്ഞാൽ മതി, സാന്ദ്രത കൂടുതലുള്ള മാധ്യമം എന്ന് പറഞ്ഞാൽ മതി. സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്കാണ് ഇവിടെ പ്രകാശരശ്മി കടക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെ വന്നു. ഇനി ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു നോർമൽ വരയ്ക്കുന്നു വിചാരിക്കുക, ഒരു നോർമൽ വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നോർമലിനോട് ചേർന്നിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലൈറ്റ് പോകാൻ പാടുള്ളൂ. ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ ചേർന്ന് പോകണം. ഇതാണ് നിങ്ങൾ നേരത്തെ പഠിച്ചൊരു നിയമങ്ങൾ. അപ്പോൾ ഈ നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരയ്ക്കുക. ഇനി നോക്കിക്കോളൂ, ഇവിടെ ഞാൻ നേരെ ചിത്രത്തിലൊരു മാറ്റം വരുത്തി. നേരത്തെ ഇവിടെ എയർ ആയിരുന്നു, ഇപ്പം ഞാൻ വാട്ടർ ആക്കി. ഇവിടെ താഴെ ഭാഗത്ത് ഏതാക്കി, എയർ ആക്കി മാറ്റി. അപ്പം മുകൾ ഭാഗത്ത് ഡെൻസർ മീഡിയം, താഴെ ഭാഗത്ത് റെയർ മീഡിയം. മുകൾ ഭാഗത്ത് സാന്ദ്രത കൂടിയ മാധ്യമം, ഇവിടെ സാന്ദ്രത കുറഞ്ഞ മാധ്യമം. ഈ ചിത്രത്തിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് ഒരു കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് ലൈറ്റ് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, എവേ ഫ്രം ദ നോർമൽ. ഇങ്ങനെ നോർമലിനോട് ചേർന്ന് പോകാൻ പാടില്ല, ലംബത്തിനോട് ചേർന്ന് പോകാൻ പാടില്ല, ഇങ്ങനെ പോകണം. കാരണം ലംബത്തിനോട് ചേർന്ന് പോകാൻ പാടില്ല, ഇങ്ങനെ അകന്നു പോകുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലുള്ള ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയർ മീഡിയം, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലാക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോകണം. സാന്ദ്രത
കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് കിടക്കുമ്പോൾ ലംബത്തോട് അടുക്കണം. അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചിത്രം വരയ്ക്കേണ്ടത്. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, ഇതേപോലുള്ള ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് ആൻസർ കണ്ടെത്താൻ പറയും. ഇവിടെ നോക്കുക, ഈ ചിത്രത്തിലേക്ക് നോക്കുക, എയർ ടു വാട്ടർ, വായുവിൽ നിന്ന് വെള്ളത്തിലേക്കാണ്. അപ്പോൾ ടുവേർഡ്സ് ലംബത്തിൻ്റെ അടുത്തേക്ക്, ലംബത്തിൽ നിന്ന് അകൽന്നിട്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ചിത്രത്തിൽ, ലംബത്തിൻ്റെ അടുത്തേക്ക്. എങ്ങനെയായിരിക്കണം, ലംബത്തിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മളെ ആൻസർ ഇതാണ് ആദ്യത്തെ, ടുവേർഡ്സ് ദ നോർമൽ. ഈ ചിത്രത്തിലാകുമ്പോൾ കണ്ടില്ലേ, ഡെൻസർ മീഡിയത്തിൽ വെള്ളത്തിൽ നിന്നാണ് എയറിലേക്കാണ്. അപ്പോൾ എവേ ഫ്രം ദ നോർമൽ, നോർമൽ നിന്ന് എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു. എവേ ഫ്രം ദ നോർമൽ, എവേ ഫ്രം ദ നോർമൽ. അപ്പോൾ ഇതാണ് വരിക, ലംബത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അകന്നു പോകുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഇതുമായി ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഈ ചിത്രത്തിലേക്ക് നോക്കുക, നമുക്ക് വാട്ടറിന് പകരം ഗ്ലാസ് എടുത്തു. ഗ്ലാസ് എടുത്താൽ വായുവിനേക്കാൾ സാന്ദ്രത കൂടുതൽ ഗ്ലാസ്സിനാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ടുവേർഡ്സ് ദ നോർമൽ. ഇനി ഈ ചിത്രത്തിലാണെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, എവേ ഫ്രം ദ നോർമൽ, അതായത് എന്ത് ചെയ്യുന്നു, നോർമൽ നിന്ന് അകന്നു പോകുന്നു. ഇതാണ് നമ്മൾ പഠിക്കേണ്ട മക്കൾസെ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട അടുത്ത ചിത്രം. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കുക, ജസ്റ്റ് ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കൂ. ഇവിടെ വാട്ടർ ഗ്ലാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, വെള്ളത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് നമ്മളെ ഗ്ലാസ്സിന് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ സംഭവിക്കുക, ടുവേർഡ്സ് ദ നോർമൽ, നോർമലിനോട് അടുക്കുന്നു, ലംബത്തോട് അടുക്കുന്നു, ലംബത്തോട് അടുക്കുന്നു. ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ചിത്രങ്ങളൊക്കെ തരും. ഇനി അടുത്ത നമുക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, റിഫ്രാക്ഷൻ പഠിച്ചു, അതായത് അപവർത്തനം പഠിച്ചു. അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു, അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു, പ്രകാശിക സാന്ദ്രത പഠിച്ചു. പിന്നെ അവിടെ നിയമങ്ങൾ പഠിച്ചു, ആ നിയമത്തിന് ബേസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ പഠിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ചിത്രങ്ങളും തന്നിട്ട് അതിന് ആൻസറുകൾ നമ്മൾ കണ്ടെത്തി. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ഭാഗമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നമ്മൾ ഇക്വേഷനുകളൊക്കെ പഠിക്കുന്നത്, അപവർത്തനാങ്കം എന്നുള്ള ഭാഗത്ത്. അപ്പോൾ ഇവിടെ അപവർത്തനാങ്കം എന്ന് കണ്ടെത്തുമ്പോൾ നമുക്ക് നോക്കി, ഈ ഇതുവരെ പഠിച്ച കാര്യം തന്നെ ഒക്കെ ഒന്നിനോട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നൊരു ചാപ്റ്ററാണത്. അപ്പോൾ ആദ്യത്തെ ഒരു ഏരിയ പഠിച്ചാൽ തന്നെ ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തെയും കിട്ടും. അപ്പോൾ മക്കൾ ഇവിടെ നോക്കുക, ഇവിടെ വായുവിലൂടെ വന്ന് ഗ്ലാസ്സിലേക്ക് കിടക്കുന്നു. അപ്പോൾ വായുവിലുള്ള പ്രകാശത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸. ഗ്ലാസ്സിലാകുമ്പോൾ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു, 2 × 10⁸ m/s ആയി. അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ, ഇത് തമ്മിലുള്ള അനുപാതത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, അപവർത്തനാങ്കം എന്ന് പറയാം. ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, 3 × 10⁸ m/s എന്ത് ചെയ്താൽ മതി, 2 × 10⁸ m/s ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ m/s ക്യാൻസൽ ചെയ്യുക, 10⁸ ക്യാൻസൽ ചെയ്യുക, 3/2 എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, നമ്മൾ അതിനെ n നഷ്ടകൊണ്ടാണ് സൂചിപ്പിക്കുക. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഇതിന് യൂണിറ്റ് ഉണ്ടായിരിക്കില്ല എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മളെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് പറയുന്നത്. അപ്പോൾ അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു ഡെഫിനിഷനൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം എന്നത് ശൂന്യതയിലെ അല്ലെങ്കിൽ വായുവിലെ പ്രകാശത്തിൻ്റെ വേഗതയും മാധ്യമത്തിലെ പ്രകാശത്തിൻ്റെ വേഗതയും തമ്മിലുള്ള അനുപാതം, റേഷ്യോ അല്ലെങ്കിൽ ഡിവിഷൻ, ഹരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ആൻഡ് ദ ലൈറ്റ് ഇൻ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. ഇങ്ങനെയുള്ള ജസ്റ്റ് ഒരു കാര്യം. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷനാണ് വേണ്ടത്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നമ്മൾ ഇക്വേഷൻ എന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. അതായത് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = c/v. നമ്മൾ ഇക്വേഷൻ എന്താണ്, n = c/v. ഇതാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ n = c/v എന്ന് പറഞ്ഞാൽ വായുവിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ആണ് ബൈ. ഇനി ഒരു മീഡിയത്തിലെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതും വായു തന്നെ എടുത്തു വിചാരിക്കുക. അപ്പോൾ എന്താവും, 3 × 10⁸ m/s തന്നെ എടുത്തു. അപ്പോൾ ഇത് മൊത്തം നമുക്ക് എന്ത് ചെയ്യുക, വെട്ടിക്കളഞ്ഞ് നമുക്ക് 1 കിട്ടും. അതുകൊണ്ട് വായുവിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല, യൂണിറ്റ് ഇല്ല. നോ യൂണിറ്റ് എന്ന് ഓർത്തേക്ക്, എന്തില്ല, യൂണിറ്റ് ഇല്ല എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നോക്കുക, അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ശൂന്യതയിൽ അല്ലെങ്കിൽ വായുവിലെ വേഗത ബൈ പ്രകാശത്തിൻ്റെ മാധ്യമത്തിലെ വേഗത. അപ്പോൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n = c/v. n എന്ന് പറഞ്ഞാൽ അപവർത്തനാങ്കം, c എന്ന് പറഞ്ഞാൽ വായുവിലെ സ്പീഡാണ്, v എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമത്തിലെ സ്പീഡ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലാസ്, അതേപോലെ തന്നെ ഡയമണ്ട്, വാട്ടർ, അതുപോലെ തന്നെ എയർ, ഈ 4 അപവർത്തനാങ്കം നമുക്ക് പഠിക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ കണ്ടെത്തുന്നില്ല ജസ്റ്റ് നോക്കിക്കോളൂ. നമുക്ക് കാണാനുള്ള ഇക്വേഷൻ ഇവിടെ 2 മാധ്യമങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്
അല്ലേ? ചിത്രത്തിലേക്ക് നോക്കുക, സ്പീഡും നമുക്ക് തന്നിട്ടുണ്ട്, ഇത് ഗ്ലാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തു. അപ്പോൾ n=c/v. c എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10⁸ m/s ബൈ ഗ്ലാസ്സിലാകുമ്പോൾ 2 × 10⁸ m/s അല്ലേ? അങ്ങനെയെങ്കിൽ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി ഇവിടെ ഏത് മാത്രമുള്ളൂ? 3/2. 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 1.5 എന്ന് കിട്ടി. അതുകൊണ്ട് ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1.5. അത് ഓർത്ത് വയ്ക്കണം. ഇനി അതോടൊപ്പം തന്നെ നമുക്കിവിടെ വാട്ടറിൻ്റെ നമ്മളോട് കാണാൻ പറയുന്നുണ്ട്. വാട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ ഇതായി രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെ ഇക്വേഷൻ n=c/v. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ n=c/v. c എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ബൈ v എന്ന് പറഞ്ഞാൽ ദാ വെള്ളത്തിൽ. അപ്പോൾ 2.25 × 10⁸ m/s ആണ്. ഇവിടെ m/s ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3/2.25 ആണ്. ഇത് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് 1.3333 ഇങ്ങനെ പോകും. അതുകൊണ്ട് നമ്മളെ വാട്ടറിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 1.3 എന്ന് ഓർത്തേക്കാം. ഇനി ഡയമണ്ടിന് കൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നുണ്ട്. ഈ ഡയമണ്ട് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഈ നമ്പറുകളൊന്ന് കാണാതെ പഠിച്ചേക്കണം. ശരിക്കും ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. n=c/v. c എന്ന് പറഞ്ഞാൽ 3 × 10⁸ m/s ബൈ, ഇനി ഡയമണ്ടിലെ സ്പീഡ് എത്രയാണ്? 1.25 × 10⁸ m/s. ഈ m/s ഈ m/s നമുക്ക് വെട്ടിക്കളയാം. 10⁸ 10⁸ വെട്ടിക്കളഞ്ഞു. ബാക്കി ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? 3/1.25. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2.4 എന്ന് കിട്ടും. അതുകൊണ്ട് ഡയമണ്ടിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 2.4. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഡയമണ്ടിനാണെന്ന് ഓർത്തേക്ക്. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മൾ പഠിച്ചു വെക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു ടേബിൾ ചെയ്യുന്നുണ്ട്. ഈ ടേബിളിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ n=c/v ഈ ഇക്വേഷൻ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രം ഈ ചാപ്റ്ററിനകത്ത് പഠിച്ചാൽ മതി. എയറിൻ്റെ വായുവിൻ്റെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് അപവർത്തനാങ്കം എന്ന് പറഞ്ഞാൽ n1 ആണ്. ഇനി വെള്ളത്തിൻ്റെ ആകുമ്പോൾ 1.33, ഗ്ലാസിൻ്റെ ആകുമ്പോൾ 1.5, ഇനി ഡയമണ്ടിൻ്റെ ആകുമ്പോൾ 2.4 എന്നുള്ളതാണ്. അപ്പോൾ മക്കളെ നമ്മളിതിനകത്ത് പഠിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഉള്ള ആർക്കാണ്? ഡയമണ്ടിനാണ്. ഏറ്റവും കുറവായിരിക്കാണ് നമ്മൾ എയർ, വാക്വം, ശൂന്യത്തിനാണ്, വായുവിനാണ്. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സ്പീഡ് എന്ത് ചെയ്യുന്നു? ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ടേബിളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കണ്ടെത്താം, റിലേഷൻ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക് എന്താണ്? പ്രകാശവേഗവും അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു? ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കം കൂടിക്കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെയെങ്കിൽ അപവർത്തനാങ്കം കുറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം. അതായത് റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ടേബിളിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ലൈറ്റിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ് എയറിൽ. അപ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കുറവാണ്. വാട്ടറിലെത്തിയപ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് ഒന്നുകൂടി കുറഞ്ഞു. അപ്പോൾ അവിടുത്തെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടി. ഗ്ലാസ്സിലെത്തിയപ്പോൾ വീണ്ടും സ്പീഡ് കുറഞ്ഞു. അപ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടി. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഏറ്റവും കുറഞ്ഞ സ്പീഡ് ഓഫ് ലൈറ്റ് വരുന്ന ഏതിലാണ്? ഈ ഡയമണ്ടിലാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റിഫ്രാക്റ്റ് ഇൻഡെക്സ് എന്ത് ചെയ്യുന്നു? വളരെ കൂടുതലാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കാൻ മക്കൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിഫ്രാക്റ്റ് ഇൻഡെക്സ് കൂടുമ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിഫ്രാക്ഷൻ ഇൻ എ ഗ്ലാസ് ലാബ്. ഇതൊരു ചിത്രം വരയ്ക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇവിടെ പ്രോബ്ലങ്ങളൊന്നും വരില്ല. അപ്പോൾ ഒരു ഗ്ലാസ് ലാബ് എന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ. ഒരു ഗ്ലാസിൻ്റെ കഷ്ണം, അതിനാണ് നമ്മൾ എന്താ പറയുക? ഗ്ലാസ് ലാബ് എന്ന് പറയുക. ഒരു ഗ്ലാസിൻ്റെ കഷ്ണത്തിനാണ് നമ്മൾ എന്താ പറയുക? ഗ്ലാസ് ലാബ് എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെയുള്ള സ്ലാബ് എന്നൊക്കെ പറയല്ലോ, വാർപ്പ്, അങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ കഷ്ണം. ഇതിലേക്കൊരു ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ നിന്ന് ഇങ്ങനെ ലൈറ്റ് വരുന്നു, എയറിലൂടെ വന്നു. ഗ്ലാസ്സിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കും. കണ്ടില്ലേ? ഇനി ഗ്ലാസ്സിൽ നിന്ന് വീണ്ടും എയറിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ഒരു ഡീവിയേഷൻ സംഭവിക്കും. അപ്പോൾ ഇതിലൂടെ ശരിക്കും ഒരു ഗ്ലാസ് ലാബിലൂടെ ലൈറ്റ് പോകുന്നത് കണ്ടില്ല, എങ്ങനെ ഡീവിയേറ്റ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം കൂടി നമുക്ക് വരയ്ക്കാൻ വരും. അപ്പോൾ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക. ഇതാണ് ഇൻസിഡൻറ്റ് റേ. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഒരു നോർമൽ വരച്ചു എന്ന് വിചാരിക്കുക. നോർമൽ വരച്ച് കഴിഞ്ഞാൽ നോർമലിനോട് ചേർന്നിട്ട് പോകണം. ഇവിടെ വീണ്ടും നോർമൽ വെച്ചാൽ നോർമൽ നിന്ന് അകന്നു പോകുന്നു. അപ്പോൾ രണ്ട് അപവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇവിടെ. അവിടെ ഒരു നോർമൽ വരച്ച് കഴിഞ്ഞാൽ
ഈ നോർമലിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്തേക്ക്. ഇതാണ് നമ്മളെ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ്, ഒരു ഗ്ലാസ് ലാബിലൂടെയുള്ള അപവർത്തനം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വരും PQ ഉണ്ടല്ലേ, പതനരശ്മി. ഇതാണ് അപവർത്തന രശ്മി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആരോ മാർക്കുകളൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇത് രണ്ടാണ് എടുക്കണമെങ്കിൽ ഈ QR ആയിരിക്കും പതനരശ്മി വരിക, RS ആയിരിക്കും അപവർത്തന രശ്മി വരിക. അപ്പോൾ ഏതൊരു രണ്ടെണ്ണമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ PQ പതനരശ്മി ആണെങ്കിൽ QR അപവർത്തന രശ്മി. ഇനി QR പതനരശ്മി ആണെങ്കിൽ RS എന്താണ്, അപവർത്തന രശ്മി. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം എന്ത് ചെയ്യണം മക്കളെ, വരച്ച് പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യില്ല, പഠിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഈ ചിത്രം വരച്ച് പഠിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഈ മാർക്ക് നഷ്ടപ്പെടും. നമുക്ക് ഇനി എന്ത് ചെയ്യുക, 2 മാസം ഒരു മാസം കൂടി കഴിഞ്ഞാൽ അല്ലേ പരീക്ഷയ്ക്ക് എത്തി, ഫസ്റ്റ് ടൈം എക്സാമൊക്കെ എത്തി. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ് എന്നുള്ള നമുക്കൊന്ന് വരച്ച് നോക്കാം. എങ്ങനെ, ഇതാ അവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു. ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഇങ്ങനെ ഒരു നോർമൽ വരച്ചു. ഇനി വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകുന്നു. കാരണം ഇതിങ്ങനെ പോകാൻ പാടില്ല, തന്നെ ലംബത്തിനോട് ചേർന്ന് പോകണം. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരു നോർമൽ വരയ്ക്കുന്നു. അങ്ങനെ നോർമൽ വരച്ച് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ അപവർത്തനം ചെയ്ത് പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം എന്ത് ചെയ്യണം മക്കളെ, വരച്ച് പഠിക്കണം. അപ്പോൾ റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ്, ഒരു ഗ്ലാസ് ലാബിലൂടെയുള്ള അപവർത്തനമാണ് വരയ്ക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ഇതിലിങ്ങനെ ആരോ മാർക്കുകളൊക്കെ ഇങ്ങനെ കൊടുക്കുക. ഇത് I എടുക്കാം, ഇത് R ആയിട്ട് എടുക്കാം, ഇത് I എടുക്കാം, ഇത് R ആയിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ചാപ്റ്ററിനകത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓരോ കൺസെപ്റ്റുകൾ നമ്മളിങ്ങനെ പഠിച്ച് ഓരോ കാര്യങ്ങൾ പറയുക, അതിനകത്ത് ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ഓരോന്ന് ചെയ്യുക, അങ്ങനെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ഫസ്റ്റ് പാർട്ടായിട്ട് എടുക്കുക. അടുത്തൊരു പാർട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള കൺസെപ്റ്റുകളൊക്കെ നമ്മൾ പറയും. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ചാപ്റ്ററിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ലാതെ അതിനകത്തുള്ള കറക്റ്റ് കൺസെപ്റ്റ് മാത്രം വേണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ലൈവിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ സൈലത്തിൻ്റെ 9ാം ക്ലാസ്സിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെയുള്ള ഈ കണ്ടൻറ്റ് വീഡിയോകളൊക്കെ കയറുക. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കറക്റ്റ് കൺസെപ്റ്റുകൾ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് മാത്രം കുറേ പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്നുള്ള ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ 2 വീഡിയോയിലൂടെ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ ആണെങ്കിലും എന്ത് ചെയ്യുക, എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നു പെട്ടെന്ന് അതിൽ കയറാം, എന്ത് ചെയ്യുക, കൺസെപ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയേക്കാം. കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. മക്കളെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അതായത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും വളരെ തുച്ഛമായ സംഖ്യ 2999 രൂപ മാത്രമേ വരുന്നുള്ളൂ. ഒരു വർഷത്തിനാണ് എല്ലാ ചാപ്റ്ററുകളും എന്ത് ചെയ്യുക. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ വെറും കൺസെപ്റ്റുകൾ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ ആപ്പ് ലൈവിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ നമ്മളെ സൈലത്തിൻ്റെ ഫാമിലിയിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഒത്തൊരുമിച്ച് അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.